ഹായ് ഫ്രണ്ട്സ്, ജോബ് പോക്കറ്റ് ഗവൺമെൻറ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് എയർപോർട്ടിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ജോബ് വേക്കൻസി ആയിട്ടാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഒരുപാട് ജോബ് വേക്കൻസികൾ അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 368 വേക്കൻസികളാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു വേക്കൻസിക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് ഫ്രഷേഴ്സിന് നല്ലൊരു അവസരം കൂടിയാണ്. അതേപോലെ സ്റ്റാർട്ടിംഗ് സാലറി 40,000 മുതലായിരിക്കും. അപ്പോൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ട വിധം എല്ലാ കാര്യങ്ങളും നാം പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം വാച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ ജോബിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്താണ് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നാം ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡെയിലി ഗൾഫ് ജോബ് അപ്ഡേറ്റിനായി ജോബ് പോക്കറ്റ് എന്ന ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞു. CBT ആൻഡ് ഇൻ്റർവ്യൂ പ്രോസസ് സെലക്ഷൻ ആണ്. അതായത് നമ്മൾക്ക് ഈ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾക്ക് ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ജോലിയുടെ പ്രൈമറി ഡീറ്റെയിൽ നാം ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ജോബ് ടൈപ്പ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. അവൈലബിൾ വേക്കൻസീസ് 368 ആണ്. ഏകദേശം 100ഓളം എയർപോർട്ടുകൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ട് വേക്കൻസികളുണ്ട്. സാലറി പാക്കേജ് 40,000 മുതൽ 1,80,000 വരെ ആയിരിക്കും. അപ്ലൈ ടൈപ്പ് ഓൺലൈനിലാണ്. ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 14/1/2021 ജനുവരി 14 വരെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റിയെ പറ്റി റിക്രൂട്ട്മെൻറ്റിനെ പറ്റി ചെറിയ നോട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നമ്മൾക്ക് അവൈലബിൾ വേക്കൻസീസ് എന്താണ്, അതിനെങ്ങനെ അപ്ലൈ ചെയ്യുക, അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾക്ക് മാനേജർ വേക്കൻസി ആണുള്ളത്. അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ BE BTech ഡിഗ്രി ഇൻ ഫയർ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഇതിലേതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മിനിമം 5 ഇയർ എക്സ്പീരിയൻസ് വേണം. ഏജ് ലിമിറ്റ് എന്നുള്ളത് ബിലോ 32 ആണ്. 32 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് 5 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത വേക്കൻസിയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നുള്ളത്. അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ MBA ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുക. ഇതിൽ 2 കാറ്റഗറി ഉണ്ട്. അതേപോലെ തന്നെ BE BTech ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നീ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത് ജൂനിയർ എക്സിക്യൂട്ടീവിന് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ BTech ഡിഗ്രി ഉള്ള ആളുകൾക്കും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രഷേഴ്സിനൊക്കെ നല്ലൊരു അവസരം കൂടിയാണ്. കാരണം എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. അത് നമ്മുടെ പല ജില്ലകളിലായിരിക്കും, പല സംസ്ഥാനങ്ങളിലായിരിക്കും നമ്മൾക്ക് ഈ ഒരു ജോലി ലഭിക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ വന്നാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ കരിയേഴ്സിൻ്റെ പേജിലേക്കായിരിക്കും പോവുക. അവിടെ നമ്മൾക്ക് അവൈലബിൾ വേക്കൻസി എല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾക്ക് വേണ്ട പോസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ നല്ലൊരു ജോബ് വേക്കൻസിയാണ്. എയർപോർട്ടിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു അവസരം കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു ജോബ് വേക്കൻസി മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ജോബ് അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഷോർട്ട് ബ്രേക്ക്.